അപ്പൊ എങ്ങനെയാ ഈ വെക്കേഷൻ നമുക്കൊന്ന് മൂകാംബിക വരെ പോയാലോ? പോകാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉഷാറ് വേണ്ടേ? അതുകൊണ്ട് ഞം കഴിച്ചിട്ട് അങ്ങ് തുടങ്ങാന്ന് കരുതി ഞം കഴിച്ചുകൊണ്ട് ഉഷാറുകൊണ്ടല്ല ഞങ്ങൾ ഈ ഓടുന്നത്. ഞങ്ങൾ ട്രെയിൻ വന്നായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വലത് കളിച്ച് തന്നെ അങ്ങ് കയറി. ഇതേ ഈ കാണുന്ന അപ്പൂപ്പനെ അമ്മൂമ്മനെയും ഞങ്ങൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. പരിചയപ്പെടാൻ മാത്രമല്ല ഞങ്ങൾ റീലിൽ അവരെ പങ്കെടുപ്പിക്കുകയും കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കപ്പിൾസ് റൊമാൻഡി ഇറക്കുമ്പോൾ ആരുമില്ലാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന മധുവിനെ ആശ്വസിപ്പിക്കുന്ന അമ്മാമ്മയാണ് നിങ്ങൾ കാണുന്നത്. റീലൊക്കെ എടുത്ത് അപ്പൂപ്പനെ അമ്മൂമ്മനെയും വെറുപ്പിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും അവരങ്ങ് ഇറങ്ങി. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ പൈന്തുരെത്തിക്കാണ്. ഇനി ഇവിടെ നേരെ മൂകാംബികയ്ക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നമ്മൾ നേരെ വണ്ടി സ്റ്റാൻഡിലോട്ടാണ് വിട്ടത്. അവിടെ നമ്മൾ വേണ്ടേ രാഘവൺ തന്നെയാണ് അന്വേഷിക്കുന്നത്. ആരാണ് രാഘവൺ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഗൈസ്. ഞങ്ങളെ പുള്ളിയുടെ വണ്ടി കയറി ഇരുന്നിട്ട് പുള്ളീനെ കുറേ നേരം നോക്കി. ലാസ്റ്റ് കാണാതായപ്പോൾ വേണ്ടേ ഞങ്ങളങ്ങ് വേറെ വണ്ടി കയറി അങ്ങ് മൂകാംബികയ്ക്ക് എത്തി. പിന്നെ ഇന്നൊരു ശൂശു വിളി. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോ കേരള ഹോട്ടൽ. ശൂശു എന്ന് വിളിച്ചാൽ ആരാലും വീണു പോയില്ലേ സാർ? ഞങ്ങളും വീണു മസാല ദോശയിൽ. അങ്ങനെ മസാല ദോശയും ബസ്സൊക്കെയും ഞങ്ങൾ തന്നെ റൂമിലോട്ട് വെച്ച് പിടിച്ചു. എത്തിയ സന്തോഷത്തോണ്ടാണോ എന്നറിയത്തില്ല, ക്ഷീണം കൊണ്ടാണോ എന്നറിയത്തില്ല, ഞങ്ങൾ തന്നെ പെട്ടെന്ന് ശവമായി. അപ്പൊ ഇതിന്റെ അടുത്ത വ്ളോഗ് നാളെ കാണാം. ബൈ ബൈ.